ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ധാവോനാണെങ്കിൽ സുഹ്യോൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് എന്നെ ഇനി കോൺടാക്ട് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഇടുമ്പോഴത്തേക്കും സുഹ്യോൻ ഓഫീസിൻ്റെ അകത്തേക്ക് ഷൗട്ട് ചെയ്തുകൊണ്ട് നിന്നെ ഇനി കോൾ ചെയ്യരുതെന്നൊന്നും പറഞ്ഞ് വന്നിട്ട് ഇവൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് നീ ഇന്നലെ ജെയിമിൻ്റെ കൂടെയാണോ സ്റ്റേ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സിയോ ജെയിമിനോ അതാരാ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അതേസമയം സുഹ്യോൻ്റെ പിടിയിൽ നിന്ന് കൈ മാറ്റിയ ശേഷം ധാവോനാണെങ്കിൽ നിനക്ക് എന്താ വേണ്ട, ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണോ നീ ഇപ്പോൾ കമ്പനി കയറി വന്നത്, മര്യാദയ്ക്ക് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഞാനതിന് ഇറങ്ങിപ്പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇറങ്ങിപ്പോകാനായിട്ട് വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ ആ സമയം അവിടെ വർക്കുന്ന 2 ആൾക്കാർ വന്നിട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ഒരു ബഹുമാനത്തോടെ പെരുമാറുന്നുണ്ട്. ആ സമയം ഡയറക്ടറോ, നീ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട് തിരിച്ചു വന്നോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുവാണ്. ആ സമയം സുഹ്യോൻ വീണ്ടും ധാവോൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സിയോങ് ആണെങ്കിൽ എൻ്റെ സീറ്റ് ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ആ സമയം ആ ജെയിമിൻ, അവൻ്റെ ഫുൾ നെയിം ഷിൻ ജെയിമിൻ എന്നാണ്. അപ്പോൾ ആ ഒരു പേര് കേട്ടോണ്ട് തന്നെ ജെയിമിൻ അതാരാ, ജെയിമിന് ഇവരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ധാവോനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജെയിമിൻ ആരാന്നോരും അറിയത്തില്ല. അങ്ങനെ അവൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിലിൽ വരെ ജെയിമിൻ എന്നുള്ള പേരൊക്കെ പഠിച്ചു വിടുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് മാനേജർ വന്നിട്ട് ഈ ഒരു ഫയൽ ധാവോൻ വരുമ്പോൾ അവൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് സിയോങ്ങിനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. ഇതേ സമയം ധാവോനെ ആണെങ്കിൽ സുഹ്യോനാണെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചേക്കായിരുന്നു. മാനേജറിനെക്കാളും ഹൈ പോസ്റ്റ്, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ തന്നെ ഹെഡാണെന്ന് പറയാം ഈ ഒരു സുഹ്യോനാണെങ്കിൽ. അപ്പോൾ സുഹ്യോൻ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നേക്ക് കണ്ടിട്ട് ധാവോനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എനിക്കാണെങ്കിൽ അങ്ങ് എബ്രോഡുള്ള ഫുഡൊക്കെ മടുത്തു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവോനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ആദ്യമേ എന്തിനാ എബ്രോഡ് പോയത്, ഇവിടെ നിന്നാൽ പോരെയും ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോൻ എന്തോ നീ എന്നെ മിസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തിനാണ് നിന്നെ മിസ് ചെയ്യുന്നത്, നിന്നെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം സുഹ്യോനാണെങ്കിൽ നീയും ജെയിമിനൊക്കെ ഞാൻ അവിടെ എബ്രോഡ് നിന്നിട്ട് കോൾ ചെയ്യുന്ന ടൈമിന് കോൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം നീ ഇപ്പോഴും എന്തിനാണ് ജെയിമിനെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് നിനക്കും അറിയാമെന്നുള്ളതല്ലേ, ഞാനും അവനും ഓൾറെഡി ലവേഴ്സ് ആയിരുന്നതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അവനെ കോൺടാക്ട് ചെയ്യാതിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ധാവോനപ്പോൾ പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്കപ്പ് ഒന്നിൻ്റെ അവസാനമല്ലല്ലോ, വീണ്ടും ഒന്നിച്ചാൽ നമുക്ക് ഇരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവോനാണെങ്കിൽ വീണ്ടും ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ട് എല്ലാം നശിപ്പിക്കുന്നത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ കയ്യിൽ ഒരു ബോൾ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പറയുന്ന കേട്ടതും ദേഷ്യം വന്ന സുഹ്യോനാണെങ്കിൽ ധാവോൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു ഫ്ലവർ വേസിലേക്ക് എറിഞ്ഞിട്ട് അത് പൊട്ടിക്കുന്നുണ്ട്. ആ സമയം ധാവോൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നിട്ട് ഇനി ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബോൾ വന്നിട്ട് അടുത്തിന് തെറിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് നിനക്ക് അറിയായിരിക്കുമല്ലോ, ഞാനാണെങ്കിൽ ചുമ്മാ ഡയലോഗ് പറയുന്നതല്ല നിനക്ക് നല്ലതുപോലെ അറിയായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവോനറിയാം അവൻ പറഞ്ഞാൽ പ്രവർത്തിച്ച് കാണിക്കുന്ന ആളാണെന്ന്, അതുകൊണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് സുഹ്യോനാണെങ്കിൽ നീയാണെങ്കിൽ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താലും ആരുടെ കൂടെ പുറത്തേക്ക് പോയാലും വർക്ക് കഴിഞ്ഞ് എപ്പോൾ ഇറങ്ങിയാലും എല്ലാം എന്നെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ എന്തിനു നിന്നെ അറിയിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ ഡയറക്ടറാണ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് നിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ട് സുഹ്യോൻ അവൻ്റെ സീറ്റിൽ ചെന്നിരിക്കാൻ തുടങ്ങുന്നതും ധാവോനാണെങ്കിൽ വർക്കിൻ്റെ കാര്യമാണെങ്കിൽ അറിയിക്കാം, പക്ഷേ എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് നിന്നെ അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ നിന്നെ അറിയിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ നിൽക്കെന്നും പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൻ കേൾക്കുന്നില്ല. ധാവോൻ നേരെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ സൈഡിലായിട്ട് താഴെ ഇരിക്കുവാണ്. ആ സമയം അവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. 7 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുഹ്യോനും പിന്നെ ധാവോനും കൂടെയായിട്ട് എവിടെയോ വന്നിരിക്കുകയാണ്. ആ സമയം ധാവോൻ ഐ എം സോറി, ഞാൻ നിന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ ഞാൻ അവനെ അങ്ങ് കൊന്നു കളയേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവോനാണെങ്കിൽ നീ എബ്രോഡ് പോയി പഠിക്കാൻ പോകണമെന്ന് അറിഞ്ഞല്ലോ, സീരിയസ് ആയിട്ടാണോ, ഞാൻ കാരണമാണ് പോകുന്നതെന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ നീ കാരണോ, നീ ആരാന്ന് നിൻ്റെ വിചാരം, നീ കാരണം ഞാനിങ്ങനെ അടിയുണ്ടാക്കിയിട്ട് പോകാൻ മാത്രം, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ജനിച്ചപ്പോൾ തൊട്ടേ നമ്മളുടെ ഒരു ഡിഫറൻറ്റാണ്, എനിക്കാണെങ്കിൽ എബ്രോഡ് പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാൻ എനിക്ക് പറ്റും, എന്നാൽ നിനക്ക് ആ സ്വപ്നം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ചുമ്മാ ഇതൊക്കെ ആലോചിച്ച് കൂടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് പറയാണ്. അതിനുശേഷം പിന്നീട് ജെയിമിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ സുഹ്യോൻ തിരിച്ച് കൊറിയയിലേക്ക് വരുന്ന കാര്യം ധാവോൻ്റെ അടുത്ത് അറിയിച്ചതും പിന്നെ ധാവോനാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യവും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് അവന് മെസ്സേജ് അയച്ച ശേഷം അത് പിന്നെ എനിക്ക് നിന്നൊന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയം തന്നെ അവൻ പഠിപ്പിക്കുന്ന 2 സ്റ്റുഡൻസ് വന്നിട്ട് ഞങ്ങൾ കോഫി വാങ്ങാൻ പോയപ്പോൾ സാറിൻ്റെ ഫേവറേറ്റ് കോഫിയും കൂടെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുന്നുണ്ട്. അവനിപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേർ പോയി കഴിയുന്നതും ആ ഒരു കോഫി അങ്ങ് ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് അവനങ്ങ് നടന്നു പോവുകയാണ്. അതിനുശേഷം സിയോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ മുത്തശ്ശീനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഒരു കഫേ നടത്തുന്നുണ്ട്. ആ സമയം മുത്തശ്ശീനെ ഇങ്ങനെ കടയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലാണെങ്കിൽ ഈ ജെയിമിൻ ആരാ, ധാവോൻ്റെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ, അവരൊരുമിച്ച് അവൻ്റെ വീട്ടിൽ നിന്നെന്നൊക്കെ പറഞ്ഞാൽ
ശരിക്കും അവരവൻ എന്തെങ്കിലും ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം മുത്തശ്ശി എന്താ ആലോചിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതാണെങ്കിൽ അവൻ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോൾ അത് പിന്നെ മുത്തശ്ശി, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ബ്രദർ, അവനാണെങ്കിൽ അവൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ കൂടെ സ്റ്റേ ചെയ്തു ഒരുമിച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഡേറ്റിംഗ് ആണോ, അവർ ക്ലോസ് ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം മുത്തശ്ശി സ്റ്റേ ചെയ്തതല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവൻ നല്ല സമാധാനമാവുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി വീണ്ടും പക്ഷെ അങ്ങനെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അല്ല, ഏതാ പയ്യൻ, നിനക്കവനെ ഇഷ്ടമാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അല്ല മുത്തശ്ശി, അത് എൻ്റെ കാര്യമല്ല, അതെൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ബ്രദറിൻ്റെ കാര്യമെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേ 2 കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എന്നാൽ കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയാണെങ്കിൽ അത് നീയാണെന്നൊക്കെ എനിക്കറിയാം, നീ എപ്പോഴും തൊട്ടാണോ അയാളെക്കുറിച്ച് ഇങ്ങനെയായിട്ട് ഓവർ തിങ്ക് ചെയ്ത് തുടങ്ങിയത്, അപ്പോഴേ ഉറപ്പായ കാര്യമാണ് നിനക്ക് അയാൾ ഇഷ്ടമാണെന്ന്, നിനക്ക് ഇപ്പം അറിഞ്ഞേ പറ്റുള്ളൂ അയാളും മറ്റേയാളും ഡേറ്റിംഗ് ആണോ എന്ന്, എങ്കിൽ നീ അവൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ദാവോൻ അവൻ്റെ റൂമിൽ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതാണ്. ആ സമയം ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഇവൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ പുറത്താരുമില്ല. പക്ഷേ നോക്കുമ്പോൾ ഒരു കവർ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് ഫുഡായിരുന്നു. അവനെപ്പോഴേ മനസ്സിലാവുന്നുണ്ട് സിയോങ് ആണ് തനിക്ക് വയ്യെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫുഡ് കൊണ്ട് തന്നേക്കുന്നതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അകത്ത് ചെന്നിരുന്നിട്ട് ആ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം അവൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും കരയാറുണ്ട്, അപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അങ്ങനെ അതും ആലോചിച്ചിട്ട് അവൻ്റെ മനസ്സിലുള്ള വിഷമമെല്ലാം ആലോചിച്ചുകൊണ്ട് ഇവൻ കരയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അവൻ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ആ സമയം അങ്ങോട്ടേ സിയോങ് വന്നിട്ട് ഇതൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് പറയാമോ, എങ്കിൽ എനിക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട് അവനാണെങ്കിൽ ഇത് റിവ്യൂ ചെയ്തതിന് താങ്ക് യു, ഞാൻ പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം, പിന്നെ ഇന്നലെ ഹെൽപ്പ് ചെയ്തതിനൊക്കെ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്തോ പറയാൻ വരുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അവിടെ വർക്ക് ചെയ്യുന്നൊരു പെങ്കൊച്ച് വന്നിട്ട് മുമ്പ് മാനേജറായിരുന്നു ആ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ധൃതി പിടിച്ചിരുന്നത്, ഇപ്പോൾ ഡയറക്ടറും അതിൻ്റെ അകത്തൊന്ന് കയറിയല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ദാവോണും സിയോണും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആ ഒരു വർക്കുണ്ടല്ലോ, അതാണ് ഈ കൺസ്ട്രക്ഷൻ വർക്ക്. അതിൻ്റെ ലീഡറായിട്ട് ഇവരുടെ 2 പേരുടെയും കൂടെ ഉണ്ടായിരുന്നത് മാനേജറായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് സുഹ്യോൻ കയറിയതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ ലീഡറായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ദാവോൻ ചെന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് സുഹ്യോൻ, പിന്നെ ഇവൻ, പിന്നെ സിയോങ്. അപ്പോൾ പിന്നെ എന്തായാലും തനിക്കിനി സുഹ്യോൻ്റെ അടുത്തൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം സുഹ്യോന് മെസ്സേജ് അയച്ചിട്ട് ഇതിപ്പോൾ ഞാനൊരു ലീഡറായില്ലേ, അപ്പോൾ പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ എവിടെ പോയാലും എന്ത് ചെയ്താലും നീ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് തരണമെന്ന് പറയുന്നുണ്ട്. ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം സിയോങ് ഇവനും ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ഒരുമിച്ച് ചെന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം സിയോങ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ ഡയറക്ടറിനെ കണ്ടപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നി, നിങ്ങൾ ഫ്രണ്ട്സാണോ, നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ദാവോനാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്, പക്ഷേ ഇപ്പം ഞാനും അവനും തമ്മിൽ അത്ര നല്ല റിലേഷൻ അല്ല, നിനക്കിതാണോ അറിയേണ്ടിയിരുന്നതെന്ന് വെച്ചപ്പോൾ സിയോങ് അതേന്ന് പറയുന്നുണ്ട്. ദാവോനപ്പോൾ നല്ല മൂഡിലായിരുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ സിയോങ്ങിൻ്റെ അടുത്ത് നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിന് മറുപടി തരാമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ സമയം നോക്കുമ്പോഴത്തേക്കും ദാവോന് ഒരു മീറ്റിങ്ങിനുള്ള ടൈമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ പാത്രമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ദാവോനാണെങ്കിൽ തിരിച്ച് പോകുന്നതാണ്. ആ സമയം അവൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് സുഹ്യോനാണെങ്കിൽ കാർ കൊണ്ട് നിർത്തിയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നീ പോകുന്ന സമയത്ത് വരുന്ന സമയത്തും എൻ്റെ അടുത്ത് പറയണമെന്ന് ഞാൻ നിന്നോടല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് വന്ന് കാറിൽ കയറാൻ പറയുന്നുണ്ട്. എന്നാൽ ദാവോൻ ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ കാറിൽ കയറാൻ വീണ്ടും പറയുന്നുണ്ട്. ദാവോൻ പറ്റത്തില്ല എന്ന് അപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ടേ പെട്ടെന്ന് സിയോൻ വന്നിട്ട് ദാവോ നീ ഇവിടെ നിൽക്കുമായിരുന്നു, നിനക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനും അത് വഴിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ദാവോൻ്റെ കൈ പിടിക്കുകയാണ്. ആ സമയം സുഹ്യോനാണെങ്കിൽ നീ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് സിയോങ്, ഞാനും ആ കൺസ്ട്രക്ഷൻ വർക്കിൽ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പോവേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ദാവോനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സുഹ്യോൻ അപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഇവർ നടന്ന് കുറച്ച് പേര് എത്തുമ്പോഴത്തേക്കും ദാവോനാണെങ്കിൽ നീ എന്തിനാ ഇടയിൽ കയറി വന്നത്, നീയാണെങ്കിൽ ഇനി അങ്ങനെ ഇടയിൽ കയറി വരേണ്ട ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് അത് പിന്നെ നീ അവിടെ നിന്നപ്പോൾ നീയാണെങ്കിൽ അൺകംഫർട്ടബിളായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട്. നിനക്കിനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, നിനക്കും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏത് അപ്പോയിൻമെൻറ്റ്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പറഞ്ഞിരുന്നു, നമ്മുടെ സിനിമ കാണുന്ന പ്ലാൻ തന്നെ നമ്മളത് അവധി ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വച്ചിരുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോയേക്കാമെന്ന് പറയുന്നുണ്ട്. ദാവോന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിയേറ്ററിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് നമ്മുടെ സിയോങ് ആണെങ്കിൽ ദാവോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സിയോങ്ങിൻ്റെ മനസ്സിൽ സുഹ്യോൻ കമ്പനിയിലേക്ക് ഫസ്റ്റ് വന്നപ്പോഴും പിന്നെ കുറച്ച് മുമ്പേ നടന്ന ഇൻസിഡൻറ്റിലൊക്കെ ദാവോൻ
ദാവോൻ്റെ അടുത്ത് പെരുമാറിയ രീതി അതൊക്കെ അവ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയം ദാവോൻ ഡ്രിങ്ക്സും പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് സിനിമ തുടങ്ങാൻ കുറച്ച് ടൈം ആവും, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയാണ്. സിയോങ് അപ്പോൾ കുഴപ്പമില്ല, വാ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്നതും നേരത്തെ സുഹ്യോൻ ദാവോൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചതുകൊണ്ടായിരിക്കാം വേദനിച്ചിട്ടെന്തോ അവനവൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ ആ ഒരു മൂഡ് ഓഫ് മാറ്റാനായിട്ട് ഇപ്പോൾ സിയോങ് ആണെങ്കിൽ അത് പിന്നെ സിനിമ ഇന്നത്തത് ഭയങ്കര പേടിപ്പിക്കുന്നതാ, ഞാൻ മിക്കവാറും അലറി വിളിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ദാവനാണ് നിനക്ക് പേടിയുണ്ട് നീ വിളിച്ചോ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ അലറി വിളിക്കുന്നതിനേക്കാളും മിക്കവാറും നിൻ്റെ അടുത്തേക്ക് ചാരി ഇരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവൻ എന്താ പറയുന്നതെന്ന് വെച്ചപ്പോൾ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് പിന്നെ നിൻ്റെ കൂടെ ഇപ്പോൾ സിനിമ കാണാൻ വന്നേക്കുമല്ലേ, അപ്പോൾ പിന്നെ പേടിക്കുമ്പോൾ നിൻ്റെ അടുത്തേക്ക് ചാരി ഇരിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നിനക്കൊരു ലവർ ഉള്ളതല്ലേ അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവോൻ എനിക്ക് ലവർ ഉണ്ടെന്നോ എനിക്ക് ലവർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സിയോങ്ങിന് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അവർ സിനിമ കാണാനായിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവർ സിനിമ കാണാനിരിക്കുന്ന ടൈമിന് ഇപ്പോൾ സുഹ്യോനാണെങ്കിൽ ദാവോൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അവന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ അവനെ കോൾ ചെയ്യാണ്. ദാവോൻ തിയേറ്ററിൽ വെച്ച് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയം സിയോങ് അവൻ്റെ ആ ഫോൺ വാങ്ങിച്ച് കോൾ കട്ട് ചെയ്ത ശേഷം ആ ഫോൺ ഓഫാക്കി അവൻ്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ദാവോൻ്റെ അടുത്ത് തിയേറ്ററിൽ ഫോൺ ഓഫാക്കി വെച്ചേക്കണം, ഞാൻ പിന്നെ നിൻ്റെ കൈ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ അതിന് എന്ത് മറുപടി പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. സിയോങ് അപ്പോൾ നിനക്ക് ലവർ ഇല്ലെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൈ പിടിച്ചോട്ടെ എന്ന് നോക്കുമ്പോൾ ഇവന് വീണ്ടും മറുപടി ഇല്ല. അതുകൊണ്ട് തന്നെ സിയോങ് അവൻ്റെ കൈയും പിടിച്ചിരിക്കുന്നുണ്ട്. അതേസമയം സുഹ്യോനെ കാണിക്കുമ്പോൾ ദാവോണിനെ എത്ര വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനൊരു വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്, അതായത് നീ തിരിച്ച് വീട്ടിൽ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആരെയും കോൺടാക്ട് ചെയ്തിട്ട് ആ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൽ ഒരു മെമ്പറായിട്ടുള്ള സിയോങ് എന്ന് പറയുന്ന ആ പയ്യനെ പറ്റി അന്വേഷിക്കുക, എനിക്ക് അവൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സിയോങ്ങും ദാവോനും സിനിമ കഴിഞ്ഞ് തിരിച്ച് പോകുന്നതാണ്. ആ സമയം ദാവോൻ നീ പൊക്കോ ഞാൻ ഇതുവഴി പോവാണെന്ന് പറയാണ്. ആ സമയം സിയോങ് അല്ല നമ്മുടെ രണ്ടുപേരും വീട് ഒരു വഴിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദാവോന് മിക്കവാറും സുഹ്യോൻ അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ഇന്ന് ഞാൻ വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പോവാണെന്ന് പറയാണ്. ആ സമയം സിയോങ് ആണെങ്കിൽ അത് ഡയറക്ടർ കാരണമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ നിയമം പറയുന്നുണ്ട്. ആ സമയം സിയോങ് അല്ല നീ എങ്ങോട്ട് പോകാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വല്ല ഹോട്ടൽ റൂമൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ ഇവിടെ ഒന്നും അടുത്ത് ഹോട്ടലൊന്നുമില്ല, പിന്നെ രാത്രി നീ ഒറ്റയ്ക്ക് കിടക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് വാ, നിനക്ക് കുഴപ്പമില്ല, ഇന്ന് ഞാൻ അവിടെ സ്റ്റേ ചെയ്തോളാൻ പറയുന്നുണ്ട്. ദാവോനപ്പോൾ ചോദിച്ചതിന് താങ്ക്സ്, പക്ഷേ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും സിയോങ് സത്യമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല നീ വന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം ദാവോൻ അവിടെ എത്തുമ്പോൾ സിയോങ് അവൻ്റെ ഡ്രസ്സ് ദാവോൻ ഇടാൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുതാണ്, അതിനവനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഡ്രസ്സ് മാറിട്ട് വരുമ്പോൾ സിയോങ് അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ഞാൻ താഴെ കിടക്കാൻ നീ മുകളിൽ കിടക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ദാവോനും സിയോങ്ങും ഉറങ്ങാൻ കിടക്കുമ്പോൾ ദാവോൻ ഇന്നും ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ദാവോങ് ആണെങ്കിൽ നിൻ്റെ അവിടെ എപ്പോഴൊക്കെയാണോ ഉള്ളത് അപ്പോഴെല്ലാം ഞാൻ മിക്കവാറും നിൻ്റെ അടുത്ത് താങ്ക്സ് പറയേണ്ടി വരും, കാരണം നീ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സിയോങ് നീ എൻ്റെ അടുത്ത് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇനി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ദാവോനപ്പോൾ എന്നാലും എപ്പോഴും നിൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഹെൽപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാണ്. സിയോങ് അപ്പോൾ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്, നമ്മൾ എല്ലാവരെയും എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് തിരിച്ചെന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലല്ലോ, അതുപോലെ നിൻ്റെന്ന് ഒരു സംഭവം എനിക്ക് വേണ്ട, ഞാൻ എത്ര ഹെൽപ്പ് ചെയ്താലും നീ എനിക്കൊന്നും തരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ദാവോനപ്പോൾ അവൻ്റെ അടുത്ത് നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും നന്നായിട്ട് പെരുമാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിയോങ് അത് പിന്നെ എനിക്കും അറിയത്തില്ല കറക്റ്റ് എന്താണെന്ന്, ഞാൻ ചില സമയം നിന്നെ നോക്കി ഇരുന്ന് പോവും, നിന്നെ കെയർ ചെയ്യണമെന്നൊക്കെ തോന്നുമെന്ന് പറയാണ്. എന്നിട്ട് ദാവോനെ നോക്കുമ്പോൾ ദാവോൻ ഓൾറെഡി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ഇന്ന് എഴുന്നേറ്റ് ദാവോനെ ക്ലോസ് ആയിട്ട് നോക്കിയ ശേഷം ഇവനും കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആദ്യം എഴുന്നേൽക്കുന്നതും സിയോങ് ആണ്. ദാവോനെ എഴുന്നേൽപ്പിക്കാതെ ഇവൻ പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോയിട്ട് ഓംലേറ്റൊക്കെ റെഡിയാക്കുമ്പോൾ ഇവനുണ്ടാക്കുന്ന എല്ലാം കരിഞ്ഞു പോവാണ്. അങ്ങനെ 5-6 ഉണ്ടാക്കിയിടുന്നുണ്ട്. ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നുണ്ട്. അത് ദാവോന് കഴിക്കാൻ കൊടുക്കുകയും പിന്നെ കരിഞ്ഞ ഒരെണ്ണമാണ് ഇവ എടുത്ത് കഴിക്കാൻ എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദാവോനാണെങ്കിൽ അത് നോക്കുന്നുമുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഫുഡ് അത്ര ടേസ്റ്റൊന്നുമില്ല, ദാവോൻ എന്നാലും കൊള്ളാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിയോങ്ങിന് മനസ്സിലാകുന്നുണ്ട് സംഭവം പിന്നെ കുളമായെന്ന്. അതേസമയം സിയോങ് ആണെങ്കിൽ നിനക്കിനി വേറെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റോ പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ സിബ്ലിങ്ങിനെ കാണാനായിട്ട് പോകുന്നുണ്ടെന്ന് ദാവോൻ പറയുവാണ്. ആ സമയം സിയോങ് നിനക്ക് സിബ്ലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 അനിയന്മാരും ഒരു അനിയത്തി ഉണ്ടെന്ന് പറയുകയാണ്. സിയോങ് അപ്പോൾ ഇത്രയും സിബ്ലിങ്സ് ഉണ്ടോ, അടിപൊളി, എനിക്കാണെങ്കിൽ ഒരു സിബ്ലിങ് പോലും ഇല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒറ്റപ്പെടലായിരുന്നു, എനിക്ക് ഭയങ്കര വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നീയാണെങ്കിൽ എനിക്ക് അവരൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവോൻ ആ പറ്റുവാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറയാണ്. അതിനുശേഷം സുഹ്യോനെ കാണിക്കുമ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ടും അവനാണെങ്കിൽ ഇപ്പോഴും ദാവോനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കോൾ ചെയ്ത് നോക്കുമ്പോഴും എടുക്കുന്നില്ല. അങ്ങനെ ജെയിമിനെ കോൾ ചെയ്യുമ്പോൾ അവനും എടുക്കുന്നില്ല. അങ്ങനെ ദേഷ്യത്തിൽ അവൻ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. പോയി കഴിയുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് ദാവോനും സിയോനും വരുന്നത്. അവരങ്ങനെ നടന്നു വരുന്ന ടൈമിന് സിയോങ് ചോദിക്കുന്നുണ്ട് നീ മുമ്പേ ഇവിടെയാണോ താമസിക്കുന്നത്,
ദാവോനപ്പോൾ അല്ലല്ല ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കായിരുന്നു താമസം എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നിനക്ക് ബോറടിക്കത്തില്ലേ, എനിക്കിപ്പോഴേ ബോറടിച്ച് തുടങ്ങിയെന്ന് പറയുവാണ് സിയോങ്. ആ സമയം ദാവോൻ ഇല്ല കുഴപ്പമില്ല, ചില സമയം ബോറടിക്കും, പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി വന്നത്. എന്നാൽ വീട്ടിൽ നിൽക്കുമ്പം ഒരു ഗുണമുണ്ട്, എനിക്ക് സങ്കടം തോന്നുമ്പോൾ അവിടെ ഒരു മലയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം ദാവോനാണെങ്കിൽ ശരി എൻ്റെ വീട് തീരി പൊക്കോളാൻ പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങ് വരെ വരാം, കാരണം ചിലപ്പോൾ സുഹ്യോനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കൂടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സുഹ്യോനില്ല, അതുകൊണ്ട് തന്നെ ദാവോനെ തിരിച്ച് പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. ആ സമയം സിയോങ് ആണെങ്കിൽ എൻ്റെ അടുത്ത് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം ദാവോനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ദാവോൻ എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ സിയോങ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടു വഴിക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുഹ്യോനാണ്. സുഹ്യോൻ നേരെ ജെയിമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ദാവോനുണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ റൂമോ തരിച്ച് പറയിട്ടെ പക്ഷേ അവൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജെയിമിൻ്റെ അടുത്ത് നീ ഇവിടെ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പോൾ ചെക്ക് ചെയ്തതല്ലേ, ഇതിനെ കണ്ടാൽ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചിട്ട് ജെയിമിൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. സുഹ്യോനപ്പോൾ നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അവിടെ സോഫയിലിരിക്കുകയാണ്. ആ സമയം ജെയിമിൻ അത് പിന്നെ നീ എപ്പോഴാണ് തിരിച്ചങ്ങ് എബ്രോഡ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകാമെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ജെയിമിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സുഹ്യോൻ അവനെ നോക്കി ചിരിച്ചിട്ട് എന്താ ഇങ്ങനെ നോക്കുന്നത്, എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണല്ലോ നോക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജെയിമി ഇനി നമുക്ക് മീറ്റ് ചെയ്യുന്ന സമയത്ത് നീയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞേക്കണം, അങ്ങനെ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് അപ്പം മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ പറ്റത്തില്ല, ഞാൻ ഈ രാവിലെ ടൈമിൽ മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ രാവിലെ സമയത്തൊക്കെ ആയിരിക്കും നിന്നെ കാണാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം ജെയിമിൻ നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് നീ മറന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീയുമായിട്ട് വെച്ച കോൺട്രാക്റ്റ് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിൻ അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരു സിഗരറ്റ് എടുക്കുകയാണ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് ആ സിഗരറ്റ് പിടിച്ച് മാറ്റിയിട്ട് സുഹ്യോനാണെങ്കിൽ സ്മോക്കിംഗ് നിർത്ത് ബേബി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ജെയിമിനാണെങ്കിൽ മനസ്സിലെന്തോ ആലോചിച്ച് കൂട്ടിയിട്ട് സോഫയിൽ വന്നിരുന്നിട്ട് അവനാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ആ സമയം അവനൊരു ഡൗട്ട്, ഇനി ദാവോൻ അന്വേഷിച്ചാണോ സുഹ്യോൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന്, കാരണം സുഹ്യോൻ റൂമൊക്കെ അടിച്ച് പറക്കുന്ന ടൈമിന് ദാവോനെയാണ് അവൻ നോക്കുന്നതെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ദാവോനെയാണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലായിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ ദാവോനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ജെയിമിൻ വിളിച്ചപ്പോൾ ദാവോൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നേരെ സുഹ്യോൻ്റെ അമ്മേനെ കോൾ ചെയ്തിട്ട് അത് പിന്നെ ഞാൻ സുഹ്യോനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, അവൻ തിരിച്ച് എബ്രോഡ് ഉടനെ പോകുമല്ലോ, അതുകൊണ്ട് അവൻ്റെ അടുത്തൊന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാനുണ്ടായിരുന്നെന്നൊക്കെ ഇവൻ പറയുവാണ്. ആ സമയം തിരിച്ച് സുഹ്യോൻ്റെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖം വീണ്ടും ചേഞ്ച് ആവുന്നുണ്ട്. അവനങ്ങനെ ഓക്കെ ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കോൾ കട്ടാക്കുവാണ്. എന്നിട്ട് ജെയിമിൻ നേരെ എഴുന്നേറ്റ് എങ്ങോട്ടോ പോകുന്നുണ്ട്. സിയോങ്ങിനെ കാണിക്കുമ്പോഴും അവനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ നേരത്തെ ദാവോൻ്റെ അടുത്ത് അവൻ്റെ റൂമിൽ കൊണ്ടാക്കുന്ന ടൈമിന് എനിക്ക് ഇനി ഇഷ്ടമാണെന്നായിരുന്നു പറയാൻ വന്നത്. എന്നാൽ അത് പറയാനായിട്ട് അവനിപ്പോൾ ധൈര്യം വന്നില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നടന്നു പോകുമ്പോൾ അത് പറയാൻ ഇത്ര എന്താ പാട്, പോയി പറഞ്ഞിട്ട് വരാൻ എഴുതിയിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുഹ്യോനെ കാണിക്കുമ്പോൾ അവനും ദാവോൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അടുത്ത് ജെയിമിനെ കാണിക്കുമ്പോൾ അവനും ദാവോൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 പേരും ഒരുവിധം ഒരേ ടൈമിൽ തന്നെ അവിടെ എത്തുന്നുണ്ട്. ഇതേ സമയം ദാവോനാണെങ്കിൽ ഒന്നും അറിയാതെ തന്നെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജെയിമിനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നത് സുഹ്യോൻ അങ്ങോട്ട് പോകുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ ദാവോനെ മീറ്റ് ചെയ്യാതെ അവനെ തടയാനാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും ജെയിമിൻ സുഹ്യോനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ കോൾ കട്ടാക്കുവാണ്. അതേസമയം ദാവോൻ്റെ ഡോറിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അവൻ ചെന്ന് ഓപ്പൺ ആക്കുവാണ്. അതേസമയം ജെയിമിനെ കാണിക്കുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ ദാവോൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്താറായതും അവനെ പിടിച്ചങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ തമ്മിലുള്ള കോൺടാക്റ്റ് ഇപ്പോഴും ഉണ്ടെന്ന്, പിന്നെ നീ എന്തിനാ അവനെ കാണാൻ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ അവൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ ഒരു ഒടുക്കത്തെ കോൺട്രാക്റ്റ്, നിൻ്റെ ഈ കോൺട്രാക്റ്റ് കാരണമാണ് എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് പറഞ്ഞിട്ട് 7 വർഷം മുമ്പ് നടന്ന കാര്യം കാണിക്കുവാണ്. ആ സമയത്ത് ജെയിമിനും സുഹ്യോനും ദാവോനെ ഇഷ്ടമായിരുന്നു. ആ സമയം സുഹ്യോനാണെങ്കിൽ അവൻ്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ദാവോൻ അക്സെപ്റ്റ് ചെയ്യും എന്നൊരിത് നമ്മുടെ ജെയിമിന് തോന്നിയതുകൊണ്ട് തന്നെ ജെയിമിനാണെങ്കിൽ സുഹ്യോൻ്റെ അടുത്ത് നീ എന്നെ ഡേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ജെയിമിനാണെങ്കിൽ അത് പിന്നെ ദാവോൻ്റെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഡേറ്റിംഗ് ആകുന്ന പോലെ അഭിനയിക്കാം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും പോയിട്ട് ദാവോൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനെ ഡേറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനെ സമ്മതിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്ന പോലെ അഭിനയിച്ചത്. കാരണം ഇപ്പോൾ ഒരാൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾ അവനെ ഡേറ്റ് ചെയ്യും ദാവോനെ, ആ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ ഇഷ്ടത്തിലാണെന്നുള്ള രീതിയിൽ അഭിനയിക്കുമായിരുന്നു ദാവോൻ്റെ മുന്നിൽ. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ നിൻ്റെ ആ കോൺട്രാക്റ്റ് കാരണം എൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ് പോലും എനിക്ക് അവനോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായെന്ന് പറയുന്നുണ്ട്. അതേസമയം ദാവോനെ കാണിക്കുമ്പോൾ ആ റൂമിൽ നിന്ന് പുറത്താങ്ങി നോക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചത് സിയോങ് ആയിരുന്നു. സിയോങ്ങിനെ കാണുമ്പോൾ എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിയോങ് അത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്, അല്ല എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദാവോനാണെങ്കിൽ ഷോക്കാവാണ്. ഇതേ സമയം ജെയിമിനെയും സുഹ്യോനെയും കാണിക്കുമ്പോൾ ആ ഏരിയ തന്നെ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അവരായാലും ദാവോനെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്.
അങ്ങനെ അതും കാണിച്ചിട്ട് മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അതായത് കോളേജിൽ പഠിക്കുന്ന ടൈം. ഒരു ദിവസം ദാവൂനും പിന്നെ സുഹ്യോനും ഒരുമിച്ചിരിക്കുമായിരുന്നു. ആ സമയം ദാവൂൻ സുഹ്യോൻ്റെ അടുത്ത് ഇന്നും വൈകുന്നേരം എന്താ പുറത്ത് പോയിട്ട് ഡ്രിങ്ക് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുഹ്യോൻ വേറെന്താ പരിപാടിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ദാവൂൻ ഇങ്ങനെ രാത്രി പുറത്ത് പോയി ഡ്രിങ്ക് ചെയ്ത് മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന നിർത്തിക്കൂടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ ഞാൻ നിർത്തി കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ പുറത്തേക്ക് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവൂൻ എന്തൊക്കെയാണ് പറയുന്നത്, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജെയിമിന് വിഷമാവത്തില്ലേ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അവർ അഭിനയിച്ച് ആ ഒരു ഡേറ്റിംഗ് തുടങ്ങിയതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇഷ്ടത്തിലാണെന്ന് കരുതിയിട്ടാണ് ദാവൂൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സുഹ്യോന് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ ഇവനാണല്ലോ ഇഷ്ടം. ആ സമയം ദാവനാണെങ്കിൽ നിങ്ങളുടെ ഒരുമിച്ച് ഒത്തിരി കാലം കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. സുഹ്യോനപ്പോൾ നീ നിൻ്റെ മനസ്സിൽ വിചാരിക്കാത്ത ചുമ്മാ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ആൾക്കാർ നിന്നെ ഒരു ഇഡിയറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവന് ദേഷ്യം വരുന്നതുകൊണ്ട് തന്നെ ഇവൻ ബാഗ് എടുത്ത് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ സുഹ്യോൻ വന്നിട്ട് ദാവൻ്റെ കൈ പിടിച്ച് തടയുമ്പോൾ ദാവനാണെങ്കിൽ എന്നെ വിടുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ജെയിമിൻ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ദാവനാണെങ്കിൽ ജെയിമിൻ്റെ അടുത്ത് ആ വർക്കിൻ്റെ കാര്യമില്ലേ അതൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് കൂടെ നടന്നു പോകുന്നുണ്ട്. ആ സമയം ജെയിമിനും ഇവനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ഇഷ്ടപ്പെടാതെ സുഹ്യോനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് ജെയിമിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയം ദാവോൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഡേറ്റ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. കാരണം ദാവോൻ്റെ മുന്നിൽ അവർ അഭിനയിക്കുവാണല്ലോ. അങ്ങനെ ദാവോനെ അവിടെ വിട്ടിട്ട് ഇവർ രണ്ടുപേരും പോകുന്നുണ്ട്. ആ സമയം ദാവോൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. സുഹ്യോനാണെങ്കിൽ ദാവോൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിലായിപ്പോയതുകൊണ്ട് തന്നെ ദാവോൻ ഒറ്റയ്ക്ക് പോകുന്നത് അവനിങ്ങനെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അവനാണെങ്കിൽ ചെന്ന് ഫീലിങ്സ് തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും പറ്റാത്ത സിറ്റുവേഷനിലായിപ്പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.